വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം ചതുരശീതിതമോധ്യായ 84-ാമത്തെ അധ്യായം. തീർത്ഥയാത്രാവർണ്ണനം തുടരുകയാണ്. ശ്രീശുക ഉവാച ശ്രുത്വാ പൃഥാ സുബലപുത്രതയാജ്ഞസേനീ മാധവ്യത ക്ഷിതിപത്ന്യ ഉദ സ്വഗോപ്യ കൃഷ്ണേഖിലാത്മനിഹരൗ പ്രണയാനുബന്ധം വിശിസ്മ്യുരലം അശ്രുകലാകുലാക്ഷ്യ. ശ്രീ സുബ്രഹ്മണ്യ പറയാണ്, ഇപ്രകാരം അഖിലാത്മനി ഹരൗ കൃഷ്ണേ, എല്ലാവരുടെയും ആത്മാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനിൽ പ്രണയാനുബന്ധം, ആ പത്നിമാർക്കുള്ള പ്രണയബദ്ധത ശ്രുത്വ കണ്ടിട്ട്, എങ്ങനെയാണ് ശ്രുത്വ കേട്ടിട്ട്, അശ്രുകല ആകുലാക്ഷി, അങ്ങനെ ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞ കഥകൾ, അവരുടെ ഓരോരുത്തരുടെയും ആ കഥകൾ കേട്ടിട്ട് ഇങ്ങനെ ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞുകൊണ്ട് ആരൊക്കെയാണ് ശ്രോതാക്കളായിട്ടുണ്ടായിരുന്നത്? പാഞ്ചാലിക്ക് പുറമെ വൃഥ, അതായത് കുന്തിദേവി ഉണ്ടായിരുന്നു, സുബലപുത്രി എന്ന് പറഞ്ഞാൽ ഗാന്ധാരി, ദ്രൗപദി ഉണ്ടായിരുന്നു, പിന്നെ മാധവി, പിന്നെ അതായത് സുഭദ്ര, ക്ഷിതിപത്ന്യ മറ്റുള്ള രാജപത്നിമാരെ, പിന്നെ സ്വഗോപ്യ ഭഗവാന്റെ സ്വന്തക്കാരായുള്ള ഗോപികമാര്, സർവ ഇവരെല്ലാവരും തന്നെ ഇതൊക്കെ കേട്ടുകൊണ്ട് അലം വിശിസ്മ്യു, വളരെയധികം അത്ഭുതപ്പെട്ട് അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ആ അതിനെ ആനന്ദ കണ്ണീര് ഒഴുക്കിക്കൊണ്ട് ഇങ്ങനെ ഇതി സംഭാഷമാണാസു സ്ത്രീഷു നൃവിന്ദ്രിഷു ആയയുർമുനയസ്തത്ര കൃഷ്ണരാമതിദൃക്ഷയാ. ഇപ്രകാരം സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ഇങ്ങനെ ഓരോ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ തത്ര മുനയ ആയയു, ധാരാളം മഹർഷി ശ്രേഷ്ഠന്മാർ അവിടെ വന്നു ചേർന്നു. എന്തിന്? കൃഷ്ണരാമതിദൃക്ഷയാ, രാമകൃഷ്ണന്മാരെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവരൊക്കെ വന്നത്. ദ്വൈവായനോ നാരദശ്ച ച്യവനോ ദേവലോ അസില വിശ്വാമിത്ര സദാനന്ദോ ഭരദ്വാജോദഗൗതമ രാമ സശിഷ്യോ ഭഗവാൻ വസിഷ്ഠോ ഗാലവോ ഭൃഗു പുലസ്ത്യ കശ്യപോ അത്രിശ്ച മാർക്കണ്ഡേയോ ബൃഹസ്പതി ദ്വിതസ്ത്രിതശ്ചൈകതശ്ച ബ്രഹ്മപുത്രാസ്തദാംഗിരാ അഗസ്ത്യോ യജ്ഞവൽക്യഞ്ച വാമദേവാദയോ വരേ. ആരൊക്കെയാണ് മഹർഷിമാർ? അവരൊക്കെ പേര് ഓരോരുത്തരായിട്ട് എടുത്ത് പറയാണ്. വേദവ്യാസ മഹർഷി ഉണ്ടായിരുന്നു, നാരദൻ, ച്യവനൻ, ദേവലൻ, ആസീതൻ, വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, തൻ്റെ ശിഷ്യന്മാർ കൂടിയിട്ട് സാക്ഷാൽ പരശുരാമൻ, വസിഷ്ഠൻ, ഗാലവൻ, ഭൃഗു, പുലസ്ത്യൻ, കശ്യപൻ, അത്രി, മാർക്കണ്ഡേയൻ, ബൃഹസ്പതി, ദ്വിതൻ, ത്രിതൻ, ഏകതൻ, ബ്രഹ്മാവിൻ്റെ പുത്രരായിട്ടുള്ള സനകാദികൾ, അങ്കിരസ്, അഗസ്ത്യൻ, യാജ്ഞവൽക്യൻ, വാമദേവൻ, അങ്ങനെ ഇവരൊക്കെ ഈ മഹർഷിമാരൊക്കെ അവിടെ വന്നു ചേർന്നു. തൻ ദൃഷ്ട്വാ സഹസോത്ഥായ പ്രാഗാസീനാ നൃപാദയ പാണ്ഡവാ കൃഷ്ണരാമൗച പ്രണേമുർ വിശ്വവന്ദിരൻ താൻ അനർച്ചുർ യഥാ സർവേ സഹരാമോ അച്യുതോർച്ചയൽ സ്വാഗതാസനപാദ്യാർഘ്യ മാല്യധൂപാനുലേപനൈ ഉവാച സുഖമാസീനാൻ ഭഗവൻ ധർമ്മഗുപ്തനു സദസസ്തസ്യ മഹതോ യഥവാചോ അനുശുണ്വതാ. താൻ ദൃഷ്ട അവരങ്ങട് വന്നിരുന്ന സമയത്ത് പ്രാഗാസീനാ നൃപാതയ സഹസോത്ഥായ, അതായത് അവിടെ അവർ വരുന്നതിന് മുമ്പ് എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്ന രാജാക്കന്മാരെല്ലാവരും പെട്ടെന്ന് സദസ്സിൽ നിന്ന് ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റു. പാണ്ഡവന്മാരുണ്ട്, രാമകൃഷ്ണന്മാരുണ്ട്, അവരും മുമ്പിൽ കൊണ്ട് എല്ലാവരും ഈ മഹർഷിമാരെ നമസ്കരിച്ചു. എന്നിട്ടോ
അവർ ആ വന്ന മഹർഷിമാർക്ക് എല്ലാവർക്കും സ്വാഗതവചനം ചൊല്ലി അവർക്ക് ആസനമൊക്കെ കൊടുത്ത് ഇരുത്തി പാർഘ്യം പാദ്യം മാല്യം ധൂപം കുറിക്കൂട്ട് ഇതുകൊണ്ടൊക്കെ വേണ്ട രീതിയിൽ അവർ രാമകൃഷ്ണന്മാരും ആദരിച്ചു അവർ എന്നിട്ടോ. അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് ധർമ്മഗുപ്തനു ഭഗവാൻ, ധർമ്മ സംരക്ഷണത്തിനായിട്ട് അവതാരം എടുത്തുള്ള ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണൻ അങ്ങനെ എല്ലാവരും മഹർഷിമാരൊക്കെ ഇരുന്നപ്പോൾ നിശബ്ദമായിട്ടുള്ള ആ സദസ്സിൽ അതിനെ നോക്കിക്കൊണ്ട് എല്ലാവരും കേൾക്കുമാറ് യഥവാചോ അനുശൃണ്വത, അവരെല്ലാവരും കേൾക്കുമാറ് ഇപ്രകാരം ഭഗവാൻ പറഞ്ഞു. ശ്രീ ഭഗവാനുവാച അഹോ വയം ജന്മഭൃതോ ലബ്ധ്വാ കാൽസ്നേന തത്ഫലം ലബ്ധം കാൽസ്നേന തത്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യൽ യോഗീശ്വര ദർശനം. എന്താ ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞ്? ജന്മഭൃത വയം തത്ഫലം കാൽസ്നേന ലബ്ധം. അതായത് ഈ ശരീരമെടുത്ത് ജന്മം ലഭിച്ചിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ജന്മം എടുത്തതിൻ്റെ ഫലം ഉണ്ടല്ലോ, അത് കാൽസ്നേന പൂർണ്ണമായിട്ട് ഇതപ്പോൾ ലഭിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെ? എന്തെന്നാൽ ദേവാനാം അഭിദുഷ്പ്രാപം, ദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന യോഗേശ്വര ദർശനം, ഭവാന്മാരായിട്ട് യോഗേശ്വരന്മാരുടെ ആ ദർശനം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ജന്മം സഫലമായി. അഹോ ആശ്ചര്യം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നെയോ കിം സ്വൽപതപസാനൃണം അർച്ചായം ദേവചക്ഷുഷം ദർശന സ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാധികം. അർച്ചായാം അതായത് പൂജ പ്രതിമയിൽ മാത്രം ചെയ്യുക. പിന്നെയോ ദേവചക്ഷുഷം ദേവനെ അതായത് അർച്ചായാം ദേവചക്ഷുഷം അതായത് പ്രതിമയിൽ മാത്രം ഈശ്വരനെ കാണുന്നവരും സ്വൽപ്പ തപസം വളരെ കുറച്ച് മാത്രം തപസ് അനുഷ്ഠിച്ചവരുമായ നൃണാം മനുഷ്യർക്ക് ദർശന സ്പർശന പ്രശ്ന പ്രഹ്വപാദ അർച്ചനാധികം അങ്ങേ ഭവാന്മാരെ മുതലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള യോഗീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരെ ദർശിക്കുക, അവരെ സ്പർശിക്കാൻ കഴിയുക, അവരോട് കുശലം ചോദിക്കാൻ കഴിയുക, അവരെ നമിക്കാൻ കഴിയുക, അവരുടെ പാദാരവിന്ദങ്ങളെ പൂജിക്കാൻ കഴിയുക. ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞു നോക്കും? അതാണ് ആ ജന്മത്തിൻ്റെ സാഫല്യം അങ്ങനെ ഉണ്ടായിന്ന് പറയാൻ കാരണേ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ. ഇത് മുമ്പും ഈ ശ്ലോകം അക്രൂരിൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞത് അതിനെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? മൃത്ശിലാമയാ ദേവ, അതായത് മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള പ്രതിമകളുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അവർ ദേവന്മാരല്ല എന്ന് പറയുകയാണ്. കാരണം ദേവാന്ന അമ്മയാനി ഹി തീർത്ഥാനി നാ, അതായത് ജലമയങ്ങളായുള്ള ഗംഗാ നദികൾ മാത്രമേ തീർത്ഥസ്ഥാനങ്ങളുള്ളൂ എന്നില്ല എന്നാണ്. അതുമാതിരി പ്രതിമകൾ മാത്രമേ ദേവന്മാരുള്ളൂ എന്നില്ല എന്നാണ്. അതായത് കാരണം അവ തേ ഉരുകാലേന പുനന്തി, അവരൊക്കെ എങ്ങനെയാണ് അതിനെയൊക്കെ ദീർഘകാലത്ത് ഉപാസന കൊണ്ട് മാത്രമേ മനുഷ്യനെ പ്രസാദിക്കൂ എന്ന് പറയാൻ. എന്നാലോ സാധവാ ദർശനാൽ ഏവാ, സത്തുക്കളായിട്ടുള്ള ആൾക്കാർ സജ്ജനങ്ങൾ എങ്ങനെയാണ് ദർശനം കൊണ്ട് തന്നെ അവരെല്ലാവരെയും ശുദ്ധീകരിക്കണം. അപ്പോൾ എന്താണ് ഈ അതിൽ മണ്ണ് കൊണ്ടോ ശില കൊണ്ടോ ഉണ്ടാക്കിയ ദേവപ്രതിമകളെക്കാളോ അല്ലെങ്കിൽ മറ്റുള്ള തീർത്ഥങ്ങളെക്കാളോ ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് സജ്ജനങ്ങളുമായിട്ടുള്ള ആ ഒരു സജ്ജനങ്ങളുടെ ഒരു ദർശനം എന്നാണ് ഭഗവാൻ പറയണത്. അതുകൊണ്ട് ആ നിമിഷം ജന്മസാഫല്യം അണയുമെന്ന് പറയണത്. നിർന്ന സൂര്യോ ചന്ദ്രതാരക ഭൂർജലം ഖം ശ്വസനോധവാങ്മന ഉപാസിതോ വേദകൃതോ ഹരണ്യകം വിവശ്ചിതോ ഘ്നന്തി ഭൂർത്തസേവയാ. അതന്നെ വീണ്ടും പറയാണ്. ഉപാസിത ഭേദകൃത, അതായത് പാപം അഖം നഹരന്തി, ഉപാസിക്കപ്പെട്ടാലും ഭേദബുദ്ധിയെ ജനിപ്പിക്കുന്നവര് പാപത്തെ യഥാർത്ഥത്തിൽ പരിപൂർണമായി നശിപ്പിക്കുന്നില്ല. അതെങ്ങനെയാണ്? അഗ്നി ആയിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഭൂമിയോ ജലമോ ആകാശമോ വായുവോ അതുമാതിരി വാക്കോ ഇതൊന്നും ചെയ്യുന്നില്ല പറയാണ്. എന്നാലോ വിവശ്ചിത വിജ്ഞാനികള് മുഹൂർത്ത സേവയ, അല്പനേരത്തെ സേവ കൊണ്ട് തന്നെ ഘ്നന്തി അജ്ഞാനത്തെ നശിപ്പിക്കുന്നു പറയാണ്. ഈ നേരത്തെ പറഞ്ഞുള്ള പഞ്ചഭൂതങ്ങളെയോ മറ്റുള്ള ദേവതകളെ ആരെ ഭജിച്ചാലും അനവധി കാലം കൊണ്ട് മാത്രമേ ആ ദ്വൈതബുദ്ധി ഇല്ലാണ്ട് ഈ തീരും. അജ്ഞാനം കൊണ്ടാണ് ദ്വൈതബുദ്ധി ഉണ്ടാവുന്നത്. എന്നാലോ സത്തുക്കളെ ഒരു മുഹൂർത്തത്തെ സേവ കാരണം കൊണ്ട് മാത്രം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, ഭേദബുദ്ധിയെ നശിപ്പിക്കുന്നു.
ഈ പഞ്ചഭൂതങ്ങള് അതുമാതിരി മറ്റേ മനസ്സ്, ചന്ദ്രൻ, നക്ഷത്രം ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇതെല്ലാം ഭേദബുദ്ധി കൂടുതൽ ജനിപ്പിക്കുക ചെയ്യുക ഓരോന്നിനെയും ആശ്രയിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് അതിനെ ആശ്രയിച്ച് കഴിഞ്ഞു വെച്ചാൽ പരിപൂർണമായിട്ടുള്ള ആ ജ്ഞാനം ലഭിക്കില്ല എന്ന് പറയുന്നത്. വാക്കിനെയും മനസ്സിനെയൊക്കെ ഉപയോഗിക്കാം, ഉപാസിക്കാമെന്ന് ശ്രുതിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ മനസ്സും വാക്കും പലരോടും പലവിധ ആകെയുണ്ട്. ആ ഭേദബുദ്ധി തീരെ പോവില്ല എന്നുള്ളതാണ്. എന്നാലോ സത്തുക്കളായിട്ടുള്ള ആൾക്കാരെ ചെയ്തു കഴിഞ്ഞു വെച്ചാൽ ആ ഭേദബുദ്ധി പോവും മൂർത്ത സേവ കൊണ്ട് തന്നെ. യസ്യാത്മബുദ്ധി ഗുണവേത്രിധാതുകേ സ്വധീ കളത്രാദിഷു ഭൗമ ഇജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കരിഹിജിൽ ജനേഷു അവിജ്ഞേഷു സ ഏവ ഗോഖര. അതിനെ വീണ്ടും കൂടുതൽ രീതിയിൽ വിസ്തരിച്ച് പറയുകയാണ്. യസ്യ യാതൊരാൾക്കാണോ ത്രിധാതുകേ കുണവേ, അതായത് ഈ ത്രിധാതുക്കളാൽ നിർമ്മിതമായിട്ടുള്ള ഈ കുണവം എന്ന് പറഞ്ഞാൽ ഈ ജഡശരീരത്തിൽ ആത്മബുദ്ധി, അതായത് താനാണ് ഈ ശരീരം എന്നുള്ള തോന്നൽ, ഈ ശരീരത്തിൽ അതാണ് താൻ എന്നുള്ള തോന്നലുണ്ടാവുക. യസ്യ പിന്നെയോ കളത്രാദിഷു, ഭാര്യ, മക്കള്, ഗൃഹം, ഇതിലൊക്കെ സ്വധി, ഇത് തൻ്റേതാണെന്നുള്ള തോന്നലും. ഭൗമേ, ഭൗമമായിട്ടുള്ള ഈ പ്രതിമകളുണ്ടല്ലോ അതിൽ ഇജ്യതി, യജിക്കണം എന്നുള്ള തോന്നലും. സലിലെ, വെറും ജലത്തിൽ അത് തീർത്ഥാണ്, തീർത്ഥബുദ്ധി, അതൊരു തീർത്ഥാണെന്നുള്ള തോന്നലുണ്ടാവുകയും. അഭിജ്ഞേഷു ജനേഷു, അതേ സമയത്ത് വിദ്വാൻമാരായിട്ടുള്ള അറിവുള്ളവരായിട്ടുള്ള ജനങ്ങളിൽ ഒരിക്കലും കരികിൽ അതില്ലാതെയും ഇരിക്കുന്നത് എന്താണ്? അവര് ശ്രേഷ്ഠന്മാരാണ്, അവരാണ് ഭഗവാന്റെ അംശങ്ങളാണെന്നുള്ള ഭാവം, ആ തോന്നൽ ഇല്ലാതെയും ഇരിക്കുന്നത്. അവൻ സ ഗോഖരൈവ, അവൻ വെറൊരു കോവറ കഴുതയ്ക്ക് തുല്യാണെന്ന് പറയുകയാണ്. അതായത് വിഗ്രഹ ആരാധന, അതിലും ഇതിലൊക്കെ എന്താ വേണ്ടത്? സജ്ജന സേവ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണെന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. ശ്രീശുകൗവാച നിശമ്യത്തം ഭഗവത കൃഷ്ണസ്യ അകുണ്ഠമേധസ വചോദുരന്വയം വിപ്രാ തൂഷ്ണീമാസൻ ഭ്രമദ്ധിയ ചിരം വിമൃശ്യ മുനയ ഈശ്വരസ്യേശിതം വ്യതം ജനസംഗ്രഹ ഇത്യൂജു സ്മയന്തം ജഗൽ ഗുരും. ശ്രീ സുബ്രഹ്മണ്യ പറയാണ്, ഇപ്രകാരം ഭഗവാന്റെ അകുണ്ഠമേധസ കൃഷ്ണ, അതാ ഒട്ടും പതറാത്ത ബുദ്ധിയോടുകൂടിയുള്ള ഭഗവാന്റെ ഈ ദുരന്വയം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേർച്ചയില്ലാത്ത വാക്കുകൾ കേട്ടിട്ട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര് അമ്പരന്ന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഭ്രമദ്ധിയ, ഇതിലെ ബുദ്ധി ഭ്രമിച്ചിട്ടൊന്നും ഉണ്ടാൻ വയ്യാത്ത അവസ്ഥയിലെത്തി കഴിഞ്ഞ് പറയുകയാണ്. കാരണം ഭഗവാനെ നമിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാണ് എല്ലാം എന്നുള്ള ഭാവത്തിൽ വന്ന അവരോട് ഈ സത്തുക്കളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്, ഇവരെയാണ് സേവിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവർക്ക് എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ടേ. എന്നിട്ടോ അവർ മെല്ലെ മെല്ലെ ആ ചിരം വിമർശ്യ മുനയ, അവർ കുറച്ച് നേരം അങ്ങനെ അതിൻ്റെ വാക്യത്തിൻ്റെ പൊരുളങ്ങനെ ആലോചിച്ചിട്ട് അറിഞ്ഞു. എന്താണ് ഈ ഭഗവാനും ഒരു സാധാരണക്കാരനാണ്, ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ വരുത്തുവാൻ വേണ്ടി മാത്രമാണ് ഇപ്രകാരം പറഞ്ഞത് എന്ന് മനസ്സിലാക്കി. അതായത് ലോകസംഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ താനിങ്ങനെ ആചരിക്കുന്നത് അത് സാധാരണ ജനങ്ങൾക്ക് ആചരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറഞ്ഞത് എന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായിട്ടുള്ള ഭഗവാനോട് അവര് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. മുനയ ഊജു യന്മായയാ തത്വവിദുത്തമാവയം വിമോഹിത വിശ്വസൃജാമരീശ്വര യദീശിതം വ്യായതികൂഢ ഈഹയാ അഹോ വിചിത്രം ഭഗവൽ വിചേഷ്ടിതം. ഭഗവാനെ, അങ്ങയുടെ ഈ ഓരോരോ ചേഷ്ടിതങ്ങളുണ്ടല്ലോ വളരെ ആശ്ചര്യകരാണെന്നാണ് പറഞ്ഞത്. എന്താണ്? വിശ്വസൃജാം അതീശ്വരാ വയം, ഈ പ്രജാപതിമാരുടെയൊക്കെ അതീശ്വരന്മാരായിട്ടുള്ള ഞങ്ങള് തത്വവിദുത്തമാ അഭി, തത്വജ്ഞാനികൾ വെച്ച് ശ്രേഷ്ഠന്മാരാണ് എങ്കിലും ഞങ്ങളെല്ലാവരും യന്മായയാ, യാതൊരു നിന്ദിലൂടെയുടെ മായയാൽ വിമോഹിത, വല്ലാതെ മോഹിതരായി തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈഹയാ ഗൂഢ, അതായത് തൻ്റെ ചേഷ്ടിതം കൊണ്ട് മൂടപ്പെട്ട നിന്തിരുവടി എങ്ങനെയാണ് ഈശിതം വ്യായതി, ഒരു ആ സ്വാതന്ത്ര്യമില്ലാത്തവനെ ഈ പരതന്ത്രൻ എന്ന വിധത്തിൽ ഇങ്ങനെ ഓരോ നടിക്കണ്ടല്ലോ, അതെല്ലാം അങ്ങയുടെ മായയല്ലേ, അത് ഞങ്ങളെയും കൂടി ഭ്രമിച്ചിരിക്കുന്നു ഭഗവാനെ എന്ന് പറയുകയാണ്. അനീക ഏതൽ ബഹുദൈക ആത്മനാ ശ്രിയത്യവത്യത്തി നബധ്യതേയതാ ഭൗമൈർഹി ഭൂമിർ ബഹുനാമരൂപിണീ അഹോ വിഭുംന
ചരിതം വിടംബനം. അനീഹ, അങ്ങ് ആരാണ് യഥാർത്ഥത്തില്? ഒന്നിലും ആസക്തി ഇല്ലാത്തവനാണ്, ഏകനാണ്. ആത്മനാ ഏതൽ, എന്നാലോ തൻ്റെ ആത്മാവ് താൻ തന്നെയായി കൊണ്ട് ഈ വിശ്വത്തെ ബഹുദാശ്രയതി, പല രൂപത്തിൽ സൃഷ്ടിക്കുന്നു, അവധി അതിനെ രക്ഷിക്കുന്നു, അവസാനം സംഹരിക്കുകയും ചെയ്യുന്നു. എന്നാലോ ആ പ്രവൃത്തികളൊന്നും ബദ്ധ്യതേ, ബദ്ധനാകുന്നതും ഇല്ല എന്ന് പറയുകയാണ്. ഏത് പ്രകാരം? യഥാ ഭൂമി ഭൗമൈ എങ്ങനെയാണ് ഭൂമി? എങ്ങനെയാണ് ഭൂമിയുടെ തന്നെ രൂപാന്തരങ്ങളായിട്ടുള്ള പല പദാർത്ഥങ്ങളാൽ പല നാമങ്ങളും രൂപങ്ങളും ധരിച്ചുകൊണ്ടിരിക്കില്ലേ? അതുമാതിരി അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ വസ്തുക്കളും യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അതിന് നമ്മൾ പല പേരുകൾ, വൃക്ഷങ്ങൾക്ക്, ജനങ്ങൾക്ക്, അതുമാതിരി സാധനങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ പഴയ രൂപങ്ങളുമുണ്ട്, പല പേരുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലെല്ലാം ഇത് ഭൂമിയിൽ നിന്ന് ഉണ്ടായതാണ്. അതുമാതിരി വിഭൂമ്ന ചരിതം വിടംബനം, എല്ലാ പ്രകാരത്തിലും മഹത്തമനായിട്ടിരിക്കുന്ന അങ്ങയുടെ ഈ പ്രവൃത്തി ഒരു നാട്യം മാത്രമാണ് ഭഗവാനെ എന്ന് പറയാണ്. അതായത് അനേകം അവതാരങ്ങളിലൂടെ ഇങ്ങനെ പല രൂപങ്ങളും പല നാമങ്ങളും ധരിച്ചങ്ങനെ ആ ഏക നിർഗുണ ബ്രഹ്മമായിട്ട് അങ്ങനെ ഓരോന്ന് പ്രവർത്തിക്കില്ലേ? അത് തന്നെയാണ് അത്യന്തം ആ ഒരു നടൻ്റെ മാതിരിയുള്ള ഭാവമാണെന്ന് പറയുന്നത്. അഥാഭികാലേ സ്വജനാഭിഗുപ്തയേ ബിവർഷി സത്വം കലനിഗ്രഹായ ച സ്വലീലയാ വേദപദം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷ പരോ ഭവൻ. ഭവാൻ പര പുരുഷ അഥാപി, അങ്ങ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? ഇതിനെല്ലാം അതീതനായിട്ടുള്ള പരമപുരുഷനാണ്. എങ്കിലും സ്വജനാഭിഗുപ്തയെ, തൻ്റെ ആ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കലനിഗ്രഹായ ദുഷ്ടജനങ്ങളുടെ നിഗ്രഹണത്തിന് വേണ്ടിയിട്ടും കാലേ ഓരോരോ കാലത്തിനൊത്ത് സത്വം ബിവർഷി, സത്വഗുണപ്രധാനമായിട്ടുള്ള ശരീരത്തെ ധരിക്കുന്നു. എന്നിട്ടോ വർണ്ണ ആശ്രമ ആത്മാ, അപ്രകാരം വർണ്ണാശ്രമങ്ങളിലേക്ക് ആത്മാവായിട്ട് സ്വലീലയാ തൻ്റെ ഓരോ ലീലാവിലാസങ്ങളെ കൊണ്ട് സനാതനം വേദപദം, അതോടുകൂടി തൻ്റെ ലീലകളെ കൊണ്ട് സനാതനമായിട്ടുള്ള വേദമാർഗത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അങ്ങയുടെ ഓരോ അവതാരത്തിൻ്റെയും ആ ഉദ്ദേശം. ബ്രഹ്മതേ ഹൃദയം ശുക്ലം തവ സ്വാധ്യായ സംയമയി യത്രോപലബ്ധം സവ്യക്തം അവ്യക്തം ച തതഃപരം. വ്യക്തം തതഃപരം സച്ച യത്ര, അതായത് അങ്ങയുടെ ആ വ്യക്തമായിട്ടുള്ള രൂപം, അതായത് അവ്യക്തമായിട്ടുള്ള നിർഗുണമായിട്ടുള്ള നിരാകാരമായിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ വ്യക്തമായിട്ടുള്ള സാകാര രൂപമാണ് എന്താണ് ഈ വേദം. വേദത്തിൽ തപസ്വാധ്യായ സംയമയി, തപസ് സ്വാധ്യായം ഇന്ദ്രിയ നിഗ്രഹം ദേവിയിലൂടെ മിക്കവാറും അറിയപ്പെട്ടതായിരിക്കുന്നുവോ അത് ആ വേദം. തേ ശുക്ലം ഹൃദയ, യഥാർത്ഥത്തിൽ ആ വേദം സാത്വിക ഭാവത്തിലുള്ള വേദം അങ്ങയുടെ ഹൃദയം തന്നെയാണ്. ആ അവ്യക്തസ്വരൂപിയായിട്ടുള്ള അങ്ങയുടെ ആ സ്വരൂപഭാവത്തിൽ, ഗുണഭാവത്തിൽ, സഗുണഭാവത്തിൽ വരുമ്പോൾ അങ്ങയുടെ ഹൃദയം തന്നെയാണ് വേദങ്ങൾ. ആ വേദങ്ങളാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും സന്മാർഗത്തെ കാണിച്ചു കൊടുക്കുന്നത്. തസ്മാൽ ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനീ ത്വമാത്മന സഭാജയസി സദ്ധാമ തൽ ബ്രഹ്മണ്യഗ്രണീർഭവൻ. അതുകൊണ്ട് ഈ ശാസ്ത്രയോനി, അതായത് എല്ലാ ശാസ്ത്രങ്ങളിലെയും വേദങ്ങളിലേക്ക് ഉറവിടമായിട്ടുള്ള ബ്രഹ്മമേ, അതാണ് നിന്തിരുവടി തൻ്റെ സദ്ധാമ ഉത്തമ സങ്കേതമായിട്ട് എന്തു ചെയ്തു? ഈ വേദങ്ങളാണ് അങ്ങയുടെ ഹൃദയം. അപ്പോൾ ആ വേദങ്ങളെ പഠിച്ച് അതിനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ബ്രഹ്മകുലം, ബ്രാഹ്മണകുലത്തെ അങ്ങ് സഭാജയസി വേണ്ട രീതിയിൽ ആദരിക്കുന്നു. അതിനാൽ ഭവാൻ ബ്രഹ്മണ്യാഗ്രണി, അതിനാൽ അങ്ങ് എങ്ങനെയാണ് ബ്രാഹ്മണ ഭക്തിയുള്ളവരിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യനാണ് അങ്ങ്. അദ്യനോ ജന്മസാഫല്യം വിദ്യായാസ്തപസോദൃശം ത്വയാ സംഗമ്യ സദ്ഗത്യ യദന്ത ശ്രേയസംവര. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് അദ്യന സദ്ഗത്യ, സജ്ജനങ്ങൾക്ക് ഏക അവലംബമായ ത്വയാ സംഗമ്യ, അങ്ങയോടുകൂടിയുള്ള സംഗമം ലഭിച്ചിട്ട് ഞങ്ങളുടെ ജന്മസാഫല്യം ലഭിച്ചു ഞങ്ങൾക്ക് എന്ന് പറയുകയാണ്. ജന്മസാഫല്യം വിദ്യായ തപസ ദൃശ യൽ, വിദ്യയ്ക്കും തപസ്സിനും
കണ്ണിനും ഒക്കെ സാഫല്യം ഉണ്ടായി അങ്ങയുടെ ദർശനം കൊണ്ട്. യൽ ശ്രേയസാം പര അങ്ങാണ് എല്ലാ ശ്രേയസ്സുകളുടെയും സമസ്ത ശ്രേയകളുടെയും അന്തം ആത്യന്തികമായിട്ടുള്ള ഇത് അനവധി ഏതാണ് അത് അങ്ങാണ്. അത് നിങ്ങൾക്ക് ഇത് അങ്ങയുടെ ദർശനം കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചു. നമ തസ്മൈ ഭഗവതേ കൃഷ്ണായ ആകുണ്ഠമേധസേ സ്വയോഗമായയാച്ഛന്ന മഹിമ്നേ പരമാത്മനേ. അതിനാൽ അകുണ്ഠമേധസേ അതായത് ഒട്ടും കുണ്ഠത വരാത്ത കറയറ്റ വിജ്ഞാനശക്തിയോടു കൂടിയവനും സ്വയോഗമായയാ ഛന്ന മഹിമ്നെ തൻ്റെ യോഗമായ കൊണ്ട് മൂടപ്പെട്ട മഹിമയോടു കൂടിയവനും പരമാത്മനെ പരമാത്മാവും ഭഗവാനും അതായത് ഐശ്വര്യാദി ഷൽഗുണ സമ്പന്നനുമായിട്ടുള്ള തസ്മൈ കൃഷ്ണായ നമ ആ ശ്രീകൃഷ്ണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് അവർ ഭഗവാനെ നമിക്കുകയാണ്. നയം വിദന്ധ്യമീ ഭൂവ ഏകാരാമാശ്ച വൃഷ്ണയ മായാജവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം. മായാജവനികാച്ഛന്നം മായയാകുന്ന അവരെ തിരശീലമായി മറയ്ക്കപ്പെട്ടവനും ആത്മാനം സർവാത്മാവും കാലസ്വരൂപനും സർവനിയന്താവായിട്ടുള്ള ഈശ്വരനുമായ യം യാതൊരു നിന്തിരുവടിയെ അമീഭൂപ ഈ രാജാക്കന്മാരും ഏകാരാമാ വൃഷയശ്ച ഒരിടത്തിങ്ങനെ ഒരുങ്ങി അങ്ങനെ തന്നെ കൂടെ തന്നെ കഴിയുന്നവരുമായിട്ടുള്ള ഈ യാദവന്മാർ പോലും വിദന്തി അറിയുന്നില്ല. അങ്ങയുടെ മായയിൽ മുഴുകിയിട്ട് അങ്ങയുടെ യഥാർത്ഥ മഹത്വം ഇവർക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. യഥാശയാന പുരുഷ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഭാതം നവേദരഹിതം പരം ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷ്വിന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ നവേദ സ്മൃത്യുപൽ. ശയാന പുരുഷ അതായത് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ ഗുണതത്വദൃക് സ്വപ്നത്തിന് വിഷയവഹിച്ചുള്ള വസ്തുക്കളിൽ സത്യത്വം അത് സ്വപ്നം കാണുന്ന സമയത്ത് അത് വാസ്തവമാണെന്ന് തോന്നിയിട്ട് നാമമാത്രേ ഇന്ദ്രിയാഭാതം നാമമാത്രമായിട്ട് മനസ്സിൽ നിഴലിക്കപ്പെട്ട വലുതൊന്നായിട്ട് ആത്മാനം തന്നെ കരുതുന്നു. അതിൽ നിന്ന് അന്യായിട്ട് പരം നവേദ അതുപോലെ അതായത് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് ആ സ്വപ്നം നമുക്ക് വളരെയധികം അത് വാസ്തവമാണെന്നുള്ള രീതിയിലാണ് സ്വപ്നം കാണുന്ന സമയത്ത്. ഇതല്ലാണ്ട് ഇത് സ്വപ്നമാണെന്നുള്ള ഭാവം ആ സമയത്ത് ഉണ്ടാവില്ല. അതുപോലെ എന്താണ് നാമമാത്രേഷു വിഷയേഷു അതായത് ഈ പേരിന് മാത്രമല്ല ഈ ഓരോരോ വിഷയങ്ങളാൽ ഉണ്ടാകുന്ന ഇന്ദ്രിയ പ്രവൃത്തിയാകുന്ന ഈ മായ കൊണ്ട് ചിത്തവിഭ്രമം കലർന്നിട്ട് സ്മൃതി ഉപപ്ലവാൽ യഥാർത്ഥത്തിലുള്ള വിവേകം നശിച്ചവരായിട്ട് ത്വാ നവേദ അങ്ങേ ആരും യഥാർത്ഥത്തിൽ അറിയുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ ആർക്കും അങ്ങയുടെ മഹത്വം അറിയില്ല എന്ന്. അതിനെയൊന്നും വിസ്തരിച്ച് പറഞ്ഞാണ് ഈ മായയിൽ മുഴുകിയിട്ട് അവാസ്തവങ്ങളായിട്ടുള്ള അതിൽ വെറും സ്വപ്നോപമായിട്ടുള്ള പല വസ്തുക്കളുണ്ടല്ലോ അതൊക്കെ വാസ്തവമാണെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ചുറ്റിത്തിരിയാണ്. ഭഗവാന്റെ യഥാർത്ഥ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്ന് പറയണത്. തസ്യദ്യതേ ദദിശിമാഘ്രിമഖൗഗമർഷതീർത്ഥാസ്പദം ഹൃദികൃതം സുവിപക്വയോഗൈ ഉത്സിക്തഭക്ത്യുപഹതാശയ ജീവകോശ ആവൃഭവൽഗതിമതോനുഗൃഹാണ ഭക്തൻ. എന്നാലോ ഈ മായയിൽ പുറത്തു വരാൻ എന്താ വേണ്ടത്? അങ്ങേ തന്നെ ഇതില്ലേ സുപക്വയോഗ നല്ല പക്വത വന്ന യോഗശക്തി കൂടിയവരാൽ ഹൃദികൃതം ഹൃദയത്തിൽ എപ്പോഴും പ്രതിഷ്ഠിക്കപ്പെട്ടതായിട്ടുള്ള അഘൗഗമർഷതീർത്ഥാസ്പദം അഘൗഗം എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ കൂട്ടം അതിനെ മുഴുവൻ നശിപ്പിക്കുന്ന തീർത്ഥങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള തസ്യതേ അംഘ്രിം ആ അങ്ങയുടെ ശ്രീപാദത്തെ ആദ്യ ദദൃശീമ ഇന്നിതാ ഞങ്ങൾ ദർശിച്ചു. ഉത്സിക്ത ഭക്തി ഉപഹത ആശയ ജീവകോശ വളർന്നു വളരുന്ന ഭക്തിയാൽ ഈ അന്ധകരണത്തിലുണ്ടാകുന്ന ആത്മാവിനെ ആവരണം ചെയ്തിട്ടുള്ള വസ്തുക്കളുണ്ട് അതിനേക്കാൾ ദൂരീകരിക്കപ്പെട്ടവർ മാത്രമേ ഭഗവത്ഗതിയും ആവൂ യഥാർത്ഥത്തിൽ അങ്ങയെ പ്രാപിക്കാൻ കഴിഞ്ഞുള്ളതെന്ന് പറയാണ്. അതുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ്. അതായത് ഭഗവാന്റെ പാദസേവ ചെയ്തിട്ട് ആ ഭക്തി ഭഗവാനിൽ ഉറച്ചു കഴിഞ്ഞു വെച്ചാൽ ഭഗവാന്റെ കാരുണ്യങ്ങളെ കൊണ്ട് അന്ധകരണത്തിലെ മാലിന്യങ്ങളെല്ലാം ഇല്ലാണ്ടായി തീരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ. അതിനെന്തേ ചെയ്യാൻ പറ്റും? നോക്ക്, ഭഗവാനെ തന്നെ ഭക്തി
ഭക്തിയോടുകൂടി ഭജിക്കുക. പരമഭക്തന്മാർക്ക് മാത്രമേ അങ്ങനെ ഭഗവത്ഗതി ലഭിച്ചിട്ടുള്ളൂ. ആ ഭക്തി ഉണ്ടാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നാണ് ആ മഹർഷിമാർ വീണ്ടും പറഞ്ഞത്. അതായത് ജ്ഞാനത്തിന് പരിമിതി ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഭക്തിയോഗ രക്ഷയ്ക്ക് എത്തുമെന്നാണ് ഇവിടെ. ആ ഭഗവത് സ്മരണം നിന്നുണ്ടാവും. അന്ധകരണത്തിന് ശുദ്ധിയാക്കാൻ കഴിയും. ആ ശുദ്ധി വരുന്നതോടിയിട്ട് മായാമോചനത്തിനും ഉപകരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രീശുഭൗവാച ഇത്യനുജ്ഞാപ്യദാചാര്ഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമം ഗന്തും മുനയോ ദധിരേ മനാ തദ്വിഖ്യ ആനുവ്രജ്യ വസുദേവോ മഹായശ പ്രണമ്യ ചോപസംഗൃഹ്യ ബഭാഷേദം സുയന്ത്രിതാ. ശ്രീ സുബ്രഹ്മണ്യ പറയുകയാണ്, ഇപ്രകാരം ആ മഹർഷിമാര് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ച് ഭഗവാനോടും ധൃതരാഷ്ട്രോടും യുധിഷ്ഠിരോടും മറ്റും അവിടെ സഭയിലുള്ള എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് അവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. ആശ്രമങ്ങളിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് വസുദേവര് വളരെയധികം ഭക്തിയോടുകൂടിയിട്ട് അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് അവരോട് വളരെയധികം മനോനിയന്ത്രണത്തോടുകൂടി അവരോട് ഇപ്രകാരം പറഞ്ഞു. വസുദേവ ഉവാച നമോവ സർവദേവേഭ്യ ഋഷയ ശ്രോതുമർഹത കർമ്മണ കർമ്മനിർഹാരോ യഥാസ്യന്നസ്തദുച്യതം. എന്താണ് സർവ്വദേവതാസ്വരൂപികളായിട്ടുള്ള ഭഗവാന്മാർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നാണ് വസുദേവൻ പറഞ്ഞു. എന്നിട്ടോ ഞാൻ എന്താ പറയണത് കേൾക്കൂ ഭവന്മാർ. എന്താണ് ഈ കർമ്മം കൊണ്ട് കർമ്മനിർഹാരം, അതായത് കർമ്മനിവൃത്തി, അത് അല്ലെങ്കിൽ നൈഷ്കർമ്മ്യ അവസ്ഥ, അത് എങ്ങനെയാണ് കൈവരാന്ന് എനിക്ക് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് വസുദേവര്. അപ്പോഴാണ് നാരദ മഹർഷിയാണ് ഇവരുടെ പ്രതീതിയായിട്ട് ആദ്യം പറഞ്ഞത്. നാരദോ വാച നാദിചിത്രമിതം വിപ്ര വസുദേവോ ബുൽസയാ കൃഷ്ണം മത്വാർഭകം എന്ന പൃച്ഛതി ശ്രേയ ആത്മനാ സന്നികർഷോ ഹി മർത്യാനം അനാദരണ കാരണം ഗാംഗം ഹിത്വായതാന്യംഭ തത്രത്യോ യാതി ശുദ്ധയേ യസ്യാനഭൂതി കാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വന്യസ്മാച്ച ഗുണതോ ന കുതശ്ചനരിഷ്യതി. എന്താണ് നാരദ മഹർഷി ആദ്യം ഒന്നിങ്ങനെ അത്ഭുതപ്പെട്ട രീതിയിലാണ് പറഞ്ഞത്. എന്താണ് ഇത് നോക്കൂ, നാദിചിത്രമിതം ബ്രാഹ്മണരെ മറ്റുള്ള മഹർഷിമാരോട് പറയുകയാണ്, ഇത് വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്താണ് വസുദേവോ ബഹുൽ, വസുദേവൻ നമ്മളോട് ചോദിക്കുകയാണ്, അത് അറിവാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്. ആരാണ് ഈ വസുദേവൻ? ഭഗവാന്റെ അച്ഛനാണ്. അപ്പോൾ എന്താണ്, കൃഷ്ണം മത്വാർഭകം, ആ ഭഗവാനെ തൻ്റെ ഒരു പുത്രനായിട്ട് ബാലനാണെന്ന് കരുതിയിട്ടാണ് ഈ സംശയം നമ്മളോട് ചോദിക്കണത് എന്ന്. അതായത് ഭഗവാൻ തന്നെ മകനായിട്ട് കൂടുള്ളപ്പോൾ വസുദേവർക്ക് ഇങ്ങനെ ഒരു സംശയം വരേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മളുടെ അടുത്ത് നിന്ന് സംശയം നിവൃത്തി വരാൻ എന്നാണ്. അതിൻ്റെ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ പറയുക, കാരണം അത്യന്ത സംസർഗം അനാദരവിന് ഹേതുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗയുടെ സമീപത്തുള്ള ആൾക്കാരൊക്കെ ആ ഗംഗാനദിയുടെ തീർത്ഥമാഹാത്മ്യം അറിയാണ്ട് അവർ മറ്റ് അശുദ്ധിക്ക് വേണ്ടിയിട്ട് വേറെ തീർത്ഥങ്ങൾ തേടി പോകും. അതുമാതിരിയാണ് ഇവിടെ ഈ ഭഗവാന്റെ അടുത്തിരുന്ന ആ വസുദേവർക്ക് ഭഗവാന്റെ മാഹാത്മ്യം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറ്, അതുമാതിരി ഭഗവാൻ ആരാണ് യഥാർത്ഥത്തിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. എന്നിട്ടാണ് ഈ സംശയ നിവൃത്തിക്ക് നമ്മളുടെ അടുത്ത് വരുന്നത് പറയുന്നത്. പക്ഷേ ഇത് ഭഗവാന്റെ മാഹാത്മ്യത്തിനെ ഒട്ടും ബാധിക്കുന്നില്ല കേട്ടോ എന്നാണ് നേരത്തെ പറയുന്നത്. എന്താണ് ആ ഈ യാതൊരു ഭഗവാനെ കുറിച്ചുള്ള അനുഭൂതി, യസ്യ അനുഭൂതി, അത് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, അതുമാതിരി സ്ഥിതി, നാശം, ഇതിലോ അത് ഒന്നിലും ഒരു കാലത്തും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഭഗവാനെ പറ്റിയുള്ളത്. ആ സ്മരണ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും. അത് ഭഗവാനൊരു മോശത്തല്ല, വസുദേവര് ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. തം ക്ലേശകർമ്മ പരിഭാഗ ഗുണപ്രവാഹൈർ അവ്യാഹതാനുഭവം ഈശ്വരമദ്വിതീയം പ്രാണാദിവി സ്വവിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. അത് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. അതായത് വസുദേവർക്ക് ഇങ്ങനെ ഭഗവാന്റെ മാഹാത്മ്യം അറിയാണ് തങ്ങളോട് ചോദിച്ചുകൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യത്തിനൊട്ടും കുറവ് വരില്ല എന്നുള്ളത് വീണ്ടും ഒന്ന് ഉറപ്പിച്ച് പറയുകയാണ്. എന്താണ് തം അവ്യാഹത അനുഭവം, അതായത് ഭഗവാൻ എങ്ങനെയാണ് ഒന്നിനാലും ഹാനി തട്ടാത്ത രീതിയിലുള്ള അനുഭവത്തോട് കൂടിയവനാണ് ആ ഭഗവാൻ. അദ്വിതീയനാണ്, വേറൊരാളില്ല ഭഗവാനല്ലാണ്ട്, അങ്ങനെ ഈശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാനെ മറ്റുള്ള ജനങ്ങൾ
ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈ, ക്ലേശങ്ങളാലും ഓരോ കർമ്മങ്ങളാലും ആ കർമ്മങ്ങളിലെ വിഭാഗങ്ങളല്ല സുഖദുഃഖങ്ങളാലും സത്വാദി ഗുണങ്ങളുടെ പ്രവാഹത്താലും പിന്നെ പ്രാണൻ, മനസ്സ്, ബുദ്ധി ഇങ്ങനെയുള്ള ആ ഓരോ വിഭവങ്ങളാൽ ഗൂഢനായും അങ്ങനെ ഭഗവാന്റെ യഥാർത്ഥ മഹത്വത്തിൽ അറിയുന്നില്ല. ഇതിലുള്ള ഈ പ്രപഞ്ചത്തിലെ ഓരോരോ വസ്തുക്കളിലും മുഴുകിയിട്ട് ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള ഭഗവാനെ അറിയില്ല എന്ന് പറയുകയാണ്. ഏതുമാതിരി മേ ഉപകൂടം മേഘ ഹിമോപരാഗൈ സൂര്യം ഇവ മന്യതേ, യഥാർത്ഥത്തിലുള്ള സൂര്യപ്രകാശം സൂര്യൻ്റെ മഹത്വം നോക്കുക എപ്പോൾ കാണാൻ കഴിയില്ല, മേഘങ്ങൾ മറച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ മഞ്ഞു മൂടിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയില്ല, അതുമാതിരി ആ ഗ്രഹണം വന്ന സമയത്ത് കാണാൻ കഴിയില്ല. അതുമാതിരിയാണ് ഈ മാതിരിയുള്ള വികാരങ്ങളെ കൊണ്ട് ഭഗവാന്റെ യഥാർത്ഥ തത്വം സാധാരണക്കാർക്ക് മനസ്സിലാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ആ പരമാഹാത്മ്യത്തിന് യാതൊരു കുറവുമില്ല. അഥോചുർമുനയോ രാജൻ ആഭാഷ്യാനഗതുന്തുവിം സർവേഷാം ശൃണ്വതാം രാജ്ഞം തഥൈവ അച്യുതരാമയോ കർമ്മണാ കർമ്മനിർഹാര ഏഷ സാധു നിരൂപിതം യത് ശ്രദ്ധയായ ജേൽ വിഷ്ണു സർവയജ്ഞേശ്വരം മഖൈ. ഏതായാലും ശ്രീ ശിവബ്രഹ്മർഷി തുടരുകയാണ്. അഥോചു മുനയോ രാജൻ പരീക്ഷിത്തേ. ഈ ശ്രീ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മറ്റുള്ള മഹർഷിമാരെല്ലാവരും വസുദേവരെ സംബോധന ചെയ്ത് എന്ത് ചെയ്തു? സർവേഷാം ശൃണ്വതാം, മറ്റെല്ലാ രാജാക്കന്മാരും കേൾക്കുന്ന സമയത്ത് എന്ന് മാത്രമല്ല തഥൈവ അച്യുതരാമയോ, രാമകൃഷ്ണന്മാരും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു. എന്താണ്? സർവയജ്ഞങ്ങളുടെയും ഈ കർമ്മണ കർമ്മനിർഹാര ഏഷ സാധു നിരൂപിത, അതായത് കർമ്മത്തിലൂടെ ഈ നൈഷ്കർമ്മ്യാവസ്ഥ കൈവരിക്കാനുള്ള ഉപായം എന്താണെന്നല്ലേ ചോദിച്ചത്. അത് വളരെ നല്ല അതായിട്ട് സത്തുക്കളാൽ സത്തുക്കളാൽ ഇങ്ങനെ നിശ്ചയിച്ചിട്ട് പറയണം. അതെന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധയായ ജയിൽ വിഷ്ണു സർവയജ്ഞേശ്വരം മഖൈ, ആ എല്ലാ യജ്ഞങ്ങളുടെയും ഫലദാതാവായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആ യജ്ഞങ്ങളാൽ യജിക്കുക എന്നാണ് കർമ്മത്തിലൂടെ നിഷ്കർമ്മ്യാവസ്ഥ ലഭിക്കാനുള്ള ഉപായം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യജ്ഞമാക്കിയിട്ട് യജ്ഞസ്വരൂപനായിട്ടുള്ള ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എല്ലാ പ്രവൃത്തികളും. എന്താണ് യജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് ഫലേച്ഛ കൂടാതെ അന്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അത് യജ്ഞമായിട്ട് കണക്കാക്കാം. അപ്പം ആ യജ്ഞം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ചിത്തസ്യോപശമോയം വൈ കവിഭി ശാസ്ത്രചക്ഷുഷ ദർശിത സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹ അയം സ്വസ്ത്യയന പന്ഥ ദ്വിജാതേർഗൃഹമേദിന യൽ ശ്രദ്ധയാ പദമിത്തേന ശുക്ലേനേജ്യേത പൂരുഷ. അതിനെ വീണ്ടും പറയുകയാണ്. ഈ യജ്ഞം കൊണ്ട് എന്താ ഉണ്ടാവുക? മനസ്സിന് ചിത്തസ്യ ഉപശമം, മനസ്സിന് ശാന്തി ഉണ്ടാവും എന്ന് മാത്രമല്ല അന്തരംഗത്തിനുണ്ടല്ലോ അതിൽ ആനന്ദവും വരുന്നു പറയുകയാണ്. ഇതാണ് ഇത് ക്ഷത്രിയ ധർമ്മമാണ്. പിന്നെയോ നല്ല ദീർഘക്രാന്തദൃഷ്ടികളായിട്ടുള്ള കവികളായിട്ടുള്ളവർ ശാസ്ത്ര വീക്ഷണത്തിലൂടെ ആലോചിച്ചിട്ട് മോക്ഷത്തിന് മാർഗമായിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള യോഗമാർഗം ഉണ്ടല്ലോ അതും ഇത് തന്നെയാണെന്ന് പറയുകയാണ്. എന്താണ്? വിശുദ്ധമായിട്ടുള്ള, അതായത് വളരെ യാതൊരു മാലിന്യമില്ലാത്ത കാപട്യത്തോടുകൂടി അല്ലാണ്ട് സ്വയം സമ്പാദിച്ചു കൊണ്ടുവന്നുള്ള ധനം കൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഭഗവാനെ യജിക്കുക എന്നാണ് ഗൃഹസ്ഥാശ്രമം സിദ്ധിച്ചിട്ടുള്ള ഏതൊരു ദ്വിജനും ശ്രേയസ്സിലേക്കുള്ള മാർഗം എന്നാണ് തീരുമാനിച്ചുള്ളത് എന്ന് പറയുകയാണ്. വിത്തനോ ഇനി 3 തരം ഏഷണകളെ പറ്റി പറയുകയാണ്. വിത്തൈഷണം യജ്ഞദാനൈർ ഗൃഹൈർദാരസുതൈഷണം ആത്മലോകൈഷണം ദേവ കാലേന വിസൃജേൽ ബുധ ഗ്രാമേ ത്യക്തൈഷണ സർവേ യയുർധീരാസ്തപോവനം. ഈ ഓരോ തരത്തിലും പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ ഇങ്ങനെ ഏഷണാത്രയങ്ങൾ 3 ആണ് പറയുക. അതിൽ ഈ ദാരേഷണ പുത്രേഷണയിൽ ഉൾപ്പെടും. ഇനി ഏഷണാത്രയത്തെ ഇതിന്ന്, അതായത് ഏഷണ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേക്കുള്ള ഓരോ വിഷയത്തിലുള്ള അത്യന്തമായിട്ടുള്ള ആസക്തി, അതിനാണ് ഈ ഏഷണ എന്ന് പറയുക. അപ്പോൾ അതായത് പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ ഇങ്ങനെ 3 തരത്തിലുള്ള ഏഷണങ്ങളാണ് സാധാരണ പറയാറുള്ളത്. അതിലെങ്ങനെയാണ് ഈ വിത്തേഷണം യജ്ഞദാനൈർ എന്താണ് ചെയ്യേണ്ടത്? ഈ
ഈ വിത്തേഷണ ധനം സമ്പാദിക്കാനുള്ള ആഗ്രഹം എങ്ങനെയാണ് വേണ്ടത്? സമ്പാദിക്കുന്നതിനനുസരിച്ച് യജ്ഞങ്ങൾ നടത്തുക, ദാനങ്ങൾ ചെയ്യുക. അപ്പം എന്നുണ്ടാവും മെല്ലെ 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 ആ വിത്തേഷണ ഇല്ലാണ്ട് തീരും. പിന്നെയോ ഗൃഹേർ ദാരസുതൈഷണം, വീടൊക്കെ വെച്ച് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? മെല്ലെ മെല്ലെ ഈ പുത്രൻ അതുമാതിരി പത്നി ഈ ഏഷണകളൊക്കെ ആസക്തി ഉണ്ടല്ലോ മെല്ലെ മെല്ലെ വിടും. അതിൻ്റെ പ്രാരബ്ധങ്ങൾ ഓരോന്ന് വിഷമങ്ങൾ വരുന്ന സമയത്ത് മെല്ലെ മെല്ലെ ആ ദാരേഷണയും പുത്രേഷണയും ഇല്ലാണ്ട്. പിന്നെയോ ലോകേഷണ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൽ പേര് കിട്ടണം എന്നുള്ള ആഗ്രഹം തന്നെ, ഞാൻ കുറച്ച് കേമനാവണം എന്നുള്ളത്. അതെങ്ങനെയാണ് മനസ്സിലായത്? കാലക്രമത്തിൽ അതില്ലാണ്ടാവുന്നതാണ്. എങ്ങനെ കാലക്രമത്തിൽ ഇല്ലാണ്ടാവുക? അതായത് പേര് കേട്ടുള്ള ആൾക്കാരൊക്കെ എവിടെ? അവരൊക്കെ പോയി, പേര് മാത്രമേ നിലനിൽക്കൂ. ഇതൊക്കെ ശാശ്വതമല്ല, അതൊക്കെ നശ്വരാണ് എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ ലോകേഷണയും മെല്ലെ മെല്ലെ ഇല്ലാണ്ട്. അങ്ങനെ ഈ 3 ഏഷണകളെയും ജയിക്കാൻ കഴിയണം എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? യയുർ ധീരാത്തപോവനം, അങ്ങനെ ഏഷണകളെയൊക്കെ ഗൃഹസ്ഥാശ്രമത്തിൽ ത്യജിച്ചിട്ട് ആ ധീരന്മാരായിട്ട് ആൾക്കാർ, നമ്മുടെ ബുദ്ധി ഉറച്ചിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണു? വനവാസം കാട്ടിലേക്ക് പോകണു എന്ന് പറയുകയെന്നാണ് കേട്ടോ. ഋണൈർദ്വിജോജാതോ ദേവർഷിപിതൃണം പ്രഭോ യജ്ഞാധ്യയന പുത്രൈസ്തന്യനിസ്തീര്യ ത്യജൻ പതേൽ. 3 തരത്തിലുള്ള കടങ്ങളാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്കുള്ളത് എന്ന് പറയേണ്ടത്. ഋണൈസ്ത്രിവിർ ദ്വിജോജാതോ, എന്താണ്? ദേവകടം, ഋഷികടം, പിതൃകടം. ദേവന്മാരോട് ഒരു കടമുണ്ട്, ആ ഋഷികളോടൊരു കടമുണ്ട്, പിതൃക്കളോടൊരു കടമുണ്ട്. അത് ഈ യജ്ഞങ്ങൾ ചെയ്തിട്ടാണ്. എങ്ങനെയാണ്? യജ്ഞങ്ങൾ ചെയ്തിട്ട് ദേവന്മാരോടുള്ള കടം തീർക്കണം. പിന്നെയോ ഈ വേദാധ്യയനമൊക്കെ ചെയ്തിട്ട് ഋഷികളോടുള്ള കടം തീർക്കണം. പിന്നെയോ പിതൃക്കളോടുള്ള കടം തീർക്കണം. എങ്ങനെയാണ്? പുത്രോത്പാദനം നടത്തിയിട്ട് അങ്ങനെയാണ് ആ ഋണമോചനം വരുത്തണം. ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമതേ യജ്ഞൈർദേവർണമുന്വിച്യ നിഗൃണോ ശരണോ ഭവാ. ഹേ വസുദേവ, അങ്ങിപ്പോൾ ഈ ഋഷികടവും അതുമാതിരി പിതൃകടവും ഈ രണ്ടും തീർന്ന ആളായിരിക്കണം പറയാണ്. കാരണം ധാരാളം അതിൽ വേദങ്ങളൊക്കെ പഠിക്കും, അധ്യയനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഋഷികടം വിടിയുണ്ട്. പിന്നെയോ ഋണബാധ്യ ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചിട്ടപ്പോൾ ആ പിതൃകടവും തീർന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇനി യജ്ഞങ്ങളൊക്കെ ധാരാളം നടത്തിയിട്ട് ആ ദേവന്മാരോടുള്ള കടം വീട്ടേണ്ടതാണ് എന്ന് അവർ വിധിച്ചു. സുദേവ ഭവൻ നൂനം ഭക്തിയാ പരമയാഹരിം ജഗദാമീശ്വരം പ്രാർത്ഥ സയദ്വാം പുത്രതം ഗതാ. ഇങ്ങനെ അവർ പറയാണ്, ഹേ വസുദേവ എന്ന് പറയണം, അങ്ങ് പരമഭക്തിയോടുകൂടി ലോകേശ്വരനായിട്ടുള്ള ഭഗവാനെ ആരാധിച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്താലാണ് സാക്ഷാൽ ഭഗവാൻ അങ്ങയുടെ പുത്രനായിട്ട് ഇവിടെ പിറന്നത്. അങ്ങക്ക് ഈ കടകളൊന്നും ആലോചിച്ചില്ല. ഏതായാലും ദേവകടം തീർക്കാൻ വേണ്ടിയിട്ട് യജ്ഞങ്ങൾ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്തോളൂ എന്ന് പറയുകയാണ്. ശ്രീശുഗോവാച ഇതി തദ്വചനം ശ്രുത്വാ വസുദേവോ മഹാമന താൻ ഋഷീൻ ഋത്വിജോവമ്രേ മൂർധ്യാനമ്യ പ്രസാദ്യ ഏനമൃഷയോ രാജൻ വൃതാധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈ. അപ്രകാരം ഈ മഹർഷിമാരുടെ വാക്കുകൾ കേട്ടിട്ട് അവരുടെ ഉപദേശം സ്വീകരിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള വസുദേവൻ എന്ത് ചെയ്തു? ആ മഹർഷിമാരെ തന്നെ അവരുടെ കാൽക്കൾ ഇവിടെ നമസ്കരിച്ച അവരെ തന്നെ ഋത്തിക്കുകളായിട്ട് അങ്ങോട്ട് ഭരിച്ചു. എന്നിട്ടോ ആ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ അനുസാരമായിട്ട് അവരെ കൊണ്ട് കാർമ്മികത്വം ഏറ്റെടുപ്പിച്ച് ആ സമന്തപഞ്ചക തീർത്ത് കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെ അവർ ഈ ഋത്തിക്കുകൾ അദ്ദേഹത്തിനെ കൊണ്ട് ഉത്തമ യജ്ഞങ്ങൾ ധാരാളം യജിപ്പിച്ചു. തദ്ദീക്ഷായം പ്രവൃത്തായം കൃഷ്ണയ പുഷ്കരസ്രജ സ്നാദാസു വാസസോ രാജൻ രാജാന സുഷ്വലംകൃത തന്മഹിഷ്യശ്ച മുദിതാ നിഷ്കണ്ഠ്യ സുവാസസ ദീക്ഷാശാലം ഉപാജഗ്മു ആളിപ്രാവസ്തുപാണയാ. ആ വസുദേവൻ അങ്ങനെ യജ്ഞദീക്ഷ ആരംഭിച്ചപ്പോൾ തന്നെ യാദവന്മാർ, മറ്റു രാജാക്കന്മാർ അവരെല്ലാവരും സമന്തപഞ്ചക തീർത്ഥത്തിൽ അങ്ങനെ സ്നാനം ചെയ്ത് നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചു, നന്നായിട്ട് അലങ്കൃതരായിട്ട് ആ മാലകളൊക്കെ അണിഞ്ഞിട്ട് അവരുടെ പത്നിമാരും ഉണ്ട് കൂടെ. അങ്ങനെ അവരെല്ലാവരും നല്ല വേഷവിധാനങ്ങളോട് കൂടിയിട്ട് അവിടെ ആ യാഗശാലയിലെത്തി അവരെല്ലാവരും എന്ന് പറയുകയാണ്. നേതുമൃദംഗപടഹ ശംഖവീര്യാനഗാദയ നനൃതു നടനർത്തക്യ തുഷ്ടു സൂതമാഗത ജഗു സുഖണ്ഡ്യോ ഗന്ധവ്യ സംഗീതം സഹഭർതൃക തമഭ്യരിഞ്ചൻ വിധിവൽ അക്രമഭ്യക്രമദ്വിജ പത്നീഭിർ അഷ്ടാദശഭി സോമരാജമിവോടുഭി. ആ സമയത്ത് അവിടെ ആ മൃദംഗം, പടഹം, ശംഖം, വേരി, ആനകം തുടങ്ങിയിട്ടുള്ള മംഗളവാദ്യങ്ങളൊക്കെ മുഴങ്ങാൻ തുടങ്ങി.
നർത്തകിമാരൊക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങി. സൂതന്മാരും ആഗതന്മാരൊക്കെ സ്തുതിക്കാൻ തുടങ്ങി. ആ നല്ല സ്വരശുദ്ധിയിൽ ജഗു സുഗണ്ഠ്യോ ഗന്ധർവ്യ സുഖീ സംഗീതം സഹഭർത്തൃക. ഗന്ധർവ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും കൂടിയിട്ട് നല്ല സ്വരശുദ്ധിയോട് കൂടിയിട്ട് ഗാനങ്ങളങ്ങനെ ആലപിക്കാൻ തുടങ്ങി കേട്ടോ. കണ്ണുകളിൽ അങ്ങനെ അഞ്ഞനൊക്കെ എഴുതിയിട്ട് ശരീരം മുഴുവൻ നല്ല വെണ്ണ പൂച്ചിയിട്ടുള്ള വസുദേവരെ അദ്ദേഹത്തിൻ്റെ 18 പത്നിമാരോട് കൂടിയിട്ട് അക്കതമഭ്യക്തമൃത്വിജ പത്നീവിരഷ്ടാദശിവി സോമരാജമിവോടുഭി. നക്ഷത്രങ്ങളോട് കൂടിയിട്ടുള്ള ചന്ദ്രനെ പോലെ പണ്ട് അഭിഷേകം ചെയ്ത മാതിരി അവരെ വസുദേവനെയും പത്നിമാരെയും അഭിഷേകം ചെയ്തു. താഭിർ ദുകൂലവലയൈർഹാരനൂപുരകുണ്ടലൈ സ്വലങ്കൃതാഭിർവിഭവൗ ദീക്ഷിതോജിന സംവൃത തസ്യർത്തിജോ മഹാരാജ രത്നകൗശേയവാസസ സദസ്യാവിരേജുസ്തേ യഥാ വൃത്രഹണോധ്വരേ തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈർബന്ധുവിരന്വിതൗ രേജതു സ്വസുതൈർദാരൈർജിവേശൗ സ്വവിഭൂതിഭിः. താഭിർ ദുകൂലവലയൈ. താഭിർ എന്ന് പറഞ്ഞാൽ വസുദേവൻ്റെ പത്നിമാർ നല്ല പട്ട് വസ്ത്രങ്ങൾ, വളകൾ, മുത്തുമാലകൾ, കാൽച്ചിലമ്പുകൾ, കുണ്ടലങ്ങൾ ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് യജമാനായിട്ടുള്ള വസുദേവൻ ദീക്ഷിതനായിട്ട് അവരുടെ കൂടെ അങ്ങനെ വസുദേവനിങ്ങനെ മാന്തോലൊക്കെ ധരിച്ച് അങ്ങനെ വിളങ്ങി. വിഭവു ദീക്ഷിതോ അജിന സംവൃത. അജിന എന്ന് പറഞ്ഞാൽ അതിൽ കൃഷ്ണാജിനം ധരിച്ചുകൊണ്ട്, അതായത് മാന്തോലും എടുത്തുകൊണ്ടുള്ള വസുദേവരുടെ കൂടെ പത്നിമാരും ഉണ്ടായിരുന്നു. പിന്നെയോ സദസ്യരെ ഋത്വിക്കുകൾ ഇവരെല്ലാവരും ഇന്ദ്രൻ്റെ യജ്ഞത്തിലെന്ന പോലെ ആ രത്നങ്ങൾ പതിച്ചുള്ള പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് യാഗശാലയിൽ അങ്ങനെ ശോഭിച്ചു. സമസ്ത ജീവജാലങ്ങൾക്കും ഈശ്വരന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാരും അവിടെ തങ്ങളുടെ ബന്ധുക്കളോടും പത്നിമാരോടും തങ്ങളുടെ പുത്രന്മാരോടും കൂടിയിട്ട് അങ്ങനെ അവിടെ സ്വവിഭൂതിഭി, അതായത് തങ്ങളുടെ തന്നെ വിഭൂതികളായുള്ള പുത്രന്മാരോട് കൂടിയിട്ട് അങ്ങനെ വിരാജിച്ചു. ഈജേനു യജ്ഞം വിധിനാ അഗ്നിഹോത്രാദിലക്ഷണൈ പ്രാകൃതൈർ യജ്ഞൈർ ദ്രവ്യജ്ഞാനക്രിയേശ്വരം അതർത്വിഭ്യോദാൽ കാലേ യഥാംനാദം സദക്ഷിണ സ്വലങ്കൃതേഭ്യോ അലങ്കൃത്യ ഗോഭൂ കന്യാമഹാധന. ഇങ്ങനെ ആ യജ്ഞങ്ങളുടെ അനുയജ്ഞം വിധിന ക്രമമനുസരിച്ച് ആ വേണ്ട രീതിയിലുള്ള യജ്ഞങ്ങളെ അഗ്നിഹോത്രം മുതൽ പ്രാകൃതങ്ങളും വൈകതങ്ങളും ആയിട്ടുള്ള എല്ലാ യജ്ഞങ്ങളും എങ്ങനെയാണ് ദ്രവ്യം, മന്ത്രം, ക്രിയ ഇവയ്ക്കെല്ലാം അധിപനായിട്ടുള്ള ആ ഭഗവാനെ ഈശ്വരനെ തന്നെ യജ്ഞൈർ ദ്രവ്യജ്ഞാനക്രിയേശ്വരം ഇതിനെല്ലാറ്റിനും അതീശനായിട്ടുള്ള ഭഗവാനെ യജിച്ചു. അതിന് ഋത്വിഭ്യോ അതതാൽ കാലേ ഋത്വിക്കുകൾക്ക് എല്ലാവർക്കും ആ വിധിക്കപ്പെട്ട അവസരങ്ങളിലൊക്കെ ദക്ഷിണയായിട്ട് വളരെ വില പിടിച്ചിട്ടുള്ള എങ്ങനെയാണ് സ്വലങ്കൃതേഭ്യോ അലങ്കൃത്യ ഗോഭൂ കന്യാ മഹാധന, പശുക്കള്, ഭൂമി, കന്യകമാരെ ഇതിനൊക്കെ ദാനം ചെയ്തു. പത്നീ സംയാജ അവഭൃത്യൈർ ചരിത്വാ തേ മഹർഷയ സസ്നൂരാമഹ്രദേ വിപ്രാ യജമാനപുരസ്സരാ. ആ പത്നി സംയാജം, അവഭൃതം ഇങ്ങനെയുള്ള ആ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ആ ബ്രാഹ്മണരും അതുമാതിരി ആ ഋത്വിക്കുകളും എല്ലാവരും കൂടിയിട്ടുള്ള അവരെല്ലാവരും കൂടി ചേർന്ന് യജമാനായിട്ടുള്ള വസുദേവനെ മുൻനിർത്തിക്കൊണ്ട് എന്തു ചെയ്തു? ആ പരശുരാമൻ നിർമ്മിച്ചുള്ളതാണ് രാമഹൃദയ ആ സമന്തപഞ്ചക തീർത്ഥങ്ങളിൽ അവരെയൊക്കെ വേണ്ട രീതിയിൽ സ്നാനം ചെയ്യിച്ചു. സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോദാൽ തഥാ സ്ത്രീയ തതസ്വലങ്കൃതോ വർണ്ണാനാശ്വഭ്യോന്യേന പൂജയൽ ബന്ധുൻ സദാരൻ സസുതൻ പാരിബർഹേണ ഭൂയസ വിദർഭകോസലപുരൂൻ കാശികേകയ സഞ്ജയൻ സദസ്സിർത്വിക്സുരഗണൻ
നിർഭൂത പിതൃചാരണൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്ത പ്രയയുക്രതും. അങ്ങനെ സ്നാതോ അലങ്കാരവാസം, അങ്ങനെ അവഭൃത സ്നാനവും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വസുദേവൻ ആ സ്തുതിപാഠക വൃന്ദങ്ങൾക്ക് വന്ദികൾക്ക് വേണ്ട രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തി, അലങ്കാര വസ്തുക്കൾ വസ്ത്രങ്ങളൊക്കെ നൽകി. അതിനുശേഷം പത്നിമാരും അവർക്ക് ധാരാളം പാരിതോഷങ്ങളൊക്കെ നൽകി. അതിനുശേഷം എന്താണ് വർണ്ണാനാശ്വഭ്യം അന്യേന പൂജയിൽ എല്ലാ ശ്വാക്കളടക്കം സർവർക്കും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകി എല്ലാവരും സന്തോഷിപ്പിച്ചു. ബന്ധുക്കളായിട്ടുള്ള വിദർഭം, കോസലം, കുരു, കാശി, കേകയം, പാഞ്ചാലം, ഈ രാജാക്കന്മാരെല്ലാവരും, അതുമാതിരി സദസ്യന്മാർ, ഋത്വിക്കൾ, ദേവന്മാർ, പിതൃക്കൾ, ചാരണാദികൾ, മനുഷ്യരിങ്ങനെ എല്ലാവർക്കും പത്നി സമേതനായിട്ടുള്ള വസുദേവര് ഉപഹാരങ്ങളൊക്കെ നൽകി അവരെയൊക്കെ സന്തോഷിപ്പിച്ച് അവരെല്ലാവരും വസുദേവരോടും ശ്രീനികേതൻ, അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണനോടും മറ്റും യാത്ര പറഞ്ഞ് യജ്ഞത്തെ ശംസന്ത പ്രയുക്രതും, ആ യജ്ഞത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവരെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് യാത്രയായി. ധൃതരാഷ്ട്രോ അനുജ പാർത്ഥീഷ്മോ ദ്രോണ യമൗ നാരദോ ഭഗവൻ വ്യാസ സുഹൃൽ സംബന്ധി ബാന്ധവ ബന്ധുൻ പരിഷ്യജയതുൻ സൗഹൃദ ക്ലിന്നചേതസ യയുർവിരകശ്രേണ സുദേശാം ചാവരേ ജനാ. ധൃതരാഷ്ട്ര, അതുമാതിരി അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള വിതുരൻ, പാണ്ഡവന്മാര്, ഭീഷ്മര്, ദ്രോണര്, കുന്തിദേവി, നാരദൻ, ഭഗവാൻ വേദവ്യാസൻ, അതുമാതിരി ബന്ധുജനങ്ങള്, സുഹൃത്തുക്കള്, തുടങ്ങിയിട്ടുള്ള എല്ലാവരും ആ യാദവന്മാരെയൊക്കെ പുണർന്ന് അത്ര ദിവസം കുറച്ച് അവിടെ ഒന്നിച്ച് കൂടിയില്ലേ, അവരെ പിരിയാനുള്ള വിഷമത്തോടു കൂടിയിട്ട് സ്വദേശങ്ങളിലേക്ക് അങ്ങനെ മടങ്ങിപ്പോയി. നന്ദസ്തു സഹ ഗോപാലൈർ ബൃഹത്യാ പൂജയാർച്ചിത കൃഷ്ണരാമോഗ്രസേനാദ്യൈർ ന്യവാൽസീൽ ബന്ധുവത്സല വസുദേവോഞ്ജസോത്തീര്യ മനോരഥമഹാർണവം സുഹൃതപ്രീതമനാ നന്ദമാഹകരേ സ്പൃശൻ. അപ്പോഴേക്കും നന്ദഗോപരും ഗോപന്മാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരെങ്ങനെയാണ് ഭഗവാൻ, അത് പിന്നെ ബലരാമൻ, ഉഗ്രസേനൻ, അവരെല്ലാവരും അവരെയൊക്കെ നന്നായി സൽക്കരിച്ചിങ്ങനെ കൂടെ തന്നെ കൂട്ടിയിട്ട് അവർ പുറപ്പെടുമ്പോഴേക്കും പറയും വരട്ടെ, പോകാൻ വരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ പിടിച്ച് നിർത്തും. അങ്ങനെ അവിടെ തന്നെ കുറേ ദിവസം അങ്ങനെ കൂടെ തന്നെ താമസിപ്പിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ടോ ആ വസുദേവരെ തൻ്റെ മനോരഥങ്ങളൊക്കെ സാധിച്ചതിലുള്ള സന്തോഷത്തോട് കൂടിയിട്ട് ആ സുഹൃത്സമേതനായിട്ട് നന്ദഗോപരുടെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. വസുദേവ ഉവാച ഭ്രാതരീശകൃതപാശോ നൃണം യ സ്നേഹസംനിധ തം ദുസ്ത്യജമഹം മന്യേ ശൂരാണാം അപി യോഗിനാം അസ്മാൽ സ്വപ്രതികൽപ്പേയം യത്കൃതാജ്ഞേഷു സത്തമൈർ മൈത്രിർപ്പിതാഭരാവാപി ന നിവർത്തേത കൈജിൽ. ഭ്രാത, സഹോദര എന്നാ വിളിക്കണത്. സ്നേഹം എന്ന് പറയപ്പെടുന്ന ഈ ഇതിൽ ഏതോ ഒന്ന്, അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈശ്വരൻ നൽകിയിട്ടുള്ള ഒരു പാശം, ഒരു ബന്ധനാണ് ഈ സ്നേഹം എന്ന് പറയുകയാണ്. ആ ശ്രേഷ്ഠൻ ശൂരന്മാരായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, യോഗികളായിക്കോട്ടെ, ആർക്കും അതത്ര എളുപ്പത്തിൽ അറുത്ത് കളയാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ആ സത്തുക്കളിൽ ഉത്തമന്മാരായിട്ട് ദേവന്മാരിൽ തീരെ ഉപകാര സ്മരണയില്ലാത്ത എങ്ങനെയാണ് അർപ്പിക്കപ്പെട്ട ആ സ്നേഹം പ്രതിഫലത്തോട് കൂടാതായിട്ട് ഇപ്പോഴും നിലനിൽക്കുമെന്ന് പറയുകയാണ്. അതായത് സത്തുക്കൾ ഉത്തമന്മാരെ ദേവന്മാരാൽ എന്ന് പറഞ്ഞ എന്താണ് ആ മൈത്രി അർപ്പിതാഫലാവാപി ന നിവർത്തേത കരീജിൽ. എന്താണ് ഈ ഭഗവാന്മാരിൽ ഞങ്ങൾക്ക് പ്രതിഫലം ഒന്നും അങ്ങോട്ട് തിരിച്ചു നൽകാം. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായിട്ടുള്ളതുണ്ട്, അത് സത്തുക്കളിൽ ഉത്തമന്മാർ ഈശ്വരൻ ദേവന്മാരുമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ പറയുകയാണ് നന്ദഗോപുരം കൂട്ടിയിട്ട്. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നുള്ള ഉപകാരങ്ങളെ ഓരോന്നും ആലോചിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഒരിക്കലും എത്രയായാലും തിരിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് പ്രതിഫലം നൽകാത്ത രീതിയിലായിട്ട് ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുകയാണ് ചെയ്യണമെന്നാണ് വസുദേവർ പറയണത്. പ്രാഗാകൽപ്പാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദാന്താക്ഷ ന പശ്യാമ പുരസ്സദ മാ രാജ്യശ്രീരഭുൽപുംസ ശ്രേയസ്കാമസ്യ മാനദ സ്വജനാനുത ബന്ധുൻ വാ ന പശ്യതി യന്തധൃക്. അതും സഹോദര, മുമ്പ് ഇങ്ങനെയാണ് ആ പ്രതിഫലം എന്താ, ഞങ്ങൾക്ക് പണ്ട് ഞങ്ങളുടെ കഴിവ് കേടുകൊണ്ട്
ഭഗവാന്മാരുടെ നന്മയ്ക്കായിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഞങ്ങളിങ്ങനെ ചുറ്റിത്തിരിയായിരുന്നു, കംസനെ പഠിച്ച് അവിടെ അത് കഴിഞ്ഞിട്ടോ മെല്ലെ മെല്ലെ രാജ്യഭാരം കിട്ടി കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഐശ്വര്യത്വം കൊണ്ട് മതം കൊണ്ട് അങ്ങനെ മതാന്തരായിട്ട് നേരെ മുമ്പിൽ ഇങ്ങനെ ഭഗവാന്മാരെ കാണാൻ ഉണ്ടായിട്ട് കൂടിയിട്ട് ഞങ്ങൾക്ക് അതിനുള്ള പ്രതിപകാരം ചെയ്യാൻ പറ്റുന്നില്ല പറയുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഈ ആദരവ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആദരവ് ഉണ്ടാക്കുന്ന നന്ദഗോപരെ മനുഷ്യന് രാജൈശ്വര്യം ഒരിക്കലും കൊള്ളില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ കണ്ണിന് തിമിരം ബാധിച്ച് നമുക്ക് സ്വജനങ്ങളായാലും ബന്ധുക്കളായാലും അവരെ ഇന്ന് വേണ്ട രീതിയിൽ നോക്കാനോ ശ്രദ്ധിക്കാനോ അവർക്ക് വേണ്ട രീതിയിലുള്ള സ്വീകാരം കൊടുക്കാനോ കഴിയുന്നില്ല എന്ന് പറയാം. അതായത് വസുദേവർക്ക് നന്ദഗോപരെ തൃപ്തിപ്പെടുത്തി എത്രയായിട്ടും മതിയാവുന്നില്ല എന്ന് പറയുകയാണ്. അതാണ് ഇവിടെയൊക്കെ സൂചന. ശ്രീശുകൗവാച ഏവം സൗഹൃദശൈഥില്യചിത്ത ആനകദുന്ദുഭി രുരോധ തത്കൃതം മൈത്രീം സ്മരൻ അശ്രുവിലോചന നന്ദസ്തു സഖ്യുപ്രിയകൾ പ്രേംനാ ഗോവിന്ദരാമയോ അദ്യശ്വ ഇതി മാസാം സ്ത്രീൻ യദുവിർമാനിതോ വസൽ. ഇപ്രകാരം എല്ലാം പറയാൻ എന്താ വെച്ചാൽ സ്നേഹാധിക്യം കൊണ്ട് ആ മനസ്സിന് ഒരു ചാഞ്ചല്യം സംഭവിച്ചിട്ടാണെന്നാണ് ശ്രീശുഖബ്രഹ്മർഷി പറയുന്നത്. പോലെ എന്തായത് ആ നന്ദഗോപര് തനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ ഉപകാരങ്ങളുണ്ടല്ലോ അതിലേക്ക് അങ്ങനെ സ്മരിച്ചുകൊണ്ടേ എന്താ അതിനൊന്നും ഒരിക്കലും പ്രതിഫലം ചെയ്യാൻ പറ്റാത്ത ഭാവത്തിൽ വസുദേവൻ അങ്ങനെ വാവിട്ട് കരഞ്ഞു എന്നാണ് പറയണത്. എന്നിട്ടോ തൻ്റെ ചങ്ങാതിയായുള്ള വസുദേവരുടെയും അതുമാതിരി രാമകൃഷ്ണന്മാരുടെയും ആ സ്നേഹവായ്പിൽ അങ്ങനെ മുഴുകിയിട്ട് ബദ്ധനായിട്ട് നന്ദഗോപര് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇന്ന് പുറപ്പെട്ടപ്പോൾ ഇന്ന് വേണ്ട നാളെ മതി, അങ്ങനെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് നീട്ടി 3 മാസക്കാലത്തോളം കഴിഞ്ഞതിന് ശേഷം ആണ് അവിടുന്ന് പുറപ്പെട്ടു പോയത്. തതക്കാമഹീ പൂര്യമാണ സംവ്രജ സഹബാന്ധവ പരാർധ്യാഭരണക്ഷൗമ നാനാനർഘ്യപരിച്ഛദൈ വസുദേവോഗ്രസേനാഭ്യം കൃഷ്ണോദ്ധവബലാദിഭി ദത്തമാദായ പാരിബർഹം യാപിതോ യദുവിർയയൗ. അതിനുശേഷം ഇങ്ങനെ 3 മാസക്കാലത്തോളം ഇങ്ങനെ നന്ദഗോപുര യാത്ര പുറപ്പെടാൻ കൊണ്ടുപോകണതിന് ശേഷം പിന്നീട് വസുദേവര്, ഉഗ്രസേനൻ, ശ്രീകൃഷ്ണൻ, ഉദ്ധവൻ, ബലരാമൻ ഇവരെല്ലാവരും ഇങ്ങനെയാണ് വളരെയധികം വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ, വീരാളിപ്പട്ട്, വസ്ത്രങ്ങൾ തുടങ്ങിയ ദുർലഭങ്ങളായിട്ടുള്ള പാരിതോഷികങ്ങൾക്ക് ധാരാളം നന്ദഗോപരെ കൊടുത്തു. അതൊക്കെ സ്വീകരിച്ചിട്ട് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച ഭാവത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഗോപഗോപി ബന്ധുജന സമേതനായിട്ട് യാദവരാൽ യാത്രയാക്കപ്പെട്ടിട്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടായിട്ട് പോവുകയും ചെയ്തു. അതാണ് കാമയി പൂര്യമാണ്. അതായത് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് എന്താണ് ഈ സമ്മാനങ്ങൾ കൊടുത്തോണ്ടല്ല, തങ്ങളുടെ ബന്ധുഭാവത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കിക്കൊണ്ടാണ് നന്ദഗോപുര അവിടുന്ന് തിരിച്ചു പോയത്. നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണാംബുജേ മനക്ഷിപ്പുതം പുനർത്തും അനീസാ മധുരം യയൂ. എങ്ങനെയാണ് ഇവർ പോയത്? നന്ദഗോപരും ഗോപന്മാരും മറ്റു ഗോപികമാരും ഒക്കെ എങ്ങനെയാണ് പോയത്? ഗോവിന്ദചരണാംബുജേ മനക്ഷിപ്പതം. അവരുടെ മനസ്സ് എപ്പോഴും എങ്ങനെയാണ് ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ അങ്ങനെ മനസ്സ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ പുനർഹർത്തും അനീശ, ആ മനസ്സിനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് ഒട്ടും തിരിച്ചുവിടുക, അതായത് വിട്ടുപിരിയാൻ അശക്തരായിട്ടാണ്. അനീശ മധുരം യയോ, അവർ ശരീരം കൊണ്ട് മാത്രമേ അവിടുന്ന് പോയിട്ടുള്ളൂ, അവരുടെ മനസ്സപ്പോഴൊക്കെ ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ തന്നെ അർപ്പിച്ചുകൊണ്ടാണ് അവർ പോയതേ പറയുകയാണ്. ബന്ധുഷു പ്രതിയാദേശു കൃഷ്ണയ കൃഷ്ണദേവത വീക്ഷ്യ പ്രാവൃഷമാസന്നം യയുദ്വാരവതിം പുനാ. അങ്ങനെ ബന്ധുക്കളെല്ലാവരും അവിടെ വന്നിട്ടുള്ള പ്രവാസ തീർത്ഥത്തിൽ, ഈ സമന്തപഞ്ചക തീർത്ഥത്തിൽ, കുരുക്ഷേത്രത്തിൽ വന്നിട്ടുള്ള എല്ലാവരും ബന്ധുക്കളെല്ലാവരും തിരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ യാദവന്മാരും ഭഗവാൻ ദേവതയായിട്ടുള്ള യാദവന്മാരും വീക്ഷ്യ പ്രാവൃഷമാസനം, മഴക്കാലം വരികയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, അവരും യജുർദ്വാരവതിയും പുനഃ അവരെല്ലാവരും അവിടുന്ന് ആ സമന്തപഞ്ചക തീർത്ഥത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് മടങ്ങി. ജനേഭ്യ കഥയഞ്ചക്രു യദുദേവമഹോത്സവം യദാസീൽ തീർത്ഥയാത്രായം സുഹൃൽ സന്ദർശനാധികം. ഇവിടെ വന്ന ശേഷം മടങ്ങി വന്നതിന് ശേഷവും ആ വസുദേവരുടെ യജ്ഞത്തെ പറ്റിയിട്ടും ആ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ മറ്റും കണ്ടതിനെ പറ്റിയിട്ടുള്ള വർത്തമാനങ്ങൾ ദ്വാരകാവാസികൾക്ക് ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ വിവരിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ കാലം കഴിച്ചു എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ തീർത്ഥയാത്രാനുവർണ്ണനം നാമ ചതുരശീതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഗോവിന്ദ.